ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും അവർക്ക് കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു കിഡിലസ് വെറൈറ്റി സംഭവമായിട്ടാണ്. വേറെ സംഭവം അധ്യായം 1 കിടിലം പടം. എല്ലാരും പോയി കാണാൻ തിയേറ്ററിൽ. ഇപ്പം വിജയിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു സിനിമയാണ്, പക്ഷെ ഒരു വലിയ സിനിമയാണ്. അങ്ങനെയാണ് ഒരു വലിയ സിനിമയാണ്, പക്ഷെ ഒരു കൊച്ചു സിനിമയാണ്, ഒരു വലിയ സിനിമയാണ്. ഒരു വലിയ സിനിമയായ ഒരു കൊച്ചു സിനിമയാണ്. പക്ഷെ ഇതിന്റെ ഷോർട്ട് ഫിലിം ആദ്യം ഇറക്കിയിരുന്നു. അതായിരുന്നു അത് നമ്മളെല്ലാവരും ഒന്ന് കണ്ട്. അത് അന്ന് അതിന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് നിങ്ങൾ നല്ല പ്ലോട്ട് അല്ലേ, ഇതിനെ സിനിമയാക്കി എടുത്തു എന്നൊക്കെ ചോദിച്ചു. അതായിരിക്കും ഇൻസ്പിറേഷൻ അല്ലേ? ആ കമന്റ് ബോക്സിൽ നിന്നായിരിക്കും അവർക്ക് എന്നാ പിന്നെ സിനിമയാക്കാന്ന് പറഞ്ഞ് എടുത്തത്. പക്ഷെ ആ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അത് ഷോർട്ട് ഫിലിം അല്ല, അതൊരു സിനിമയാണ്. സത്യം. അങ്ങനെ അതിനെ സിനിമ ആക്കിയപ്പോഴത്തേക്കും സത്യം അതിനെ സിനിമ ആക്കിയപ്പോഴത്തേക്കും അതിന്റെ ക്യാരക്ടേഴ്സ് മാറി, വേറെ വലുതാക്കി. അതിന്റെ ഷോർട്ട് ഫിലിം ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ അല്ല, പക്ഷെ ഒരാളുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഷോർട്ട് ഫിലിം ഫുൾ ഇല്ലെങ്കിലും കുറച്ച് ഭാഗമുണ്ട്. നമുക്ക് ഇത് സിനിമ കണ്ടവർ മാത്രമേ ഇത് കാണാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പോയിലറാണ്. സാറേ, ഈ തമിഴ്നാട് പോലീസിന്റെ ഹാൻഡ്സെറ്റ് നമ്മളായിട്ട് കണക്റ്റഡ് ആണോ? അതെന്ത് ചോദ്യം സാറേ? അല്ലെന്ന് അറിയാം, പക്ഷെ എന്താ വോയിസ് കേട്ട് തമിഴിലിപ്പോ അതാണ് തോന്നിയതോ? ഹലോ സാർ, കേൾക്കാം സാർ. എൻ പേര് സ്റ്റീഫൻ സാർ. അവർ പേരെന്താ சொன்ன? സ്റ്റീഫൻ ജോർജ്. அது சார், அந்த பேர்ல ஒரு எஸ் இருந்தாரு, ஆனா இப்ப இல்ல. 15 வருஷத்துக்கு முன்னாடி, கரெக்டா சொல்ல போனா 2003 அவரோட டீம் அந்த காட்டுல மிஸ் ஆயிட்டாங்க. அவங்க 4 பேர் அதுக்கப்புறம் திரும்பி வரவே இல்லை. அவங்க மட்டுமல்ல, அங்க போனவங்க யாருமே இது வரைக்கும் திரும்பி வந்ததே இல்லை. சார், நீங்க படை மட்டும் என்ன டேட்? எதுக்கு சார் இப்ப லைட்ல கேட்கல? മെയ് 26 വർഷം സാറേ, 2008. അപ്പം 2008 സിനിമയിൽ വന്നപ്പോഴത്തേക്ക് എന്നെ 94 ആക്കി. 94 96 തോന്നുന്നു. അങ്ങനെ പ്ലോട്ട് സെയിം ആണ്. പ്ലോട്ട് സെയിം. അതുപോലെ തന്നെ അസ്കർ അലിയാണ് ഈ ഫോൺ വിളിക്കുന്ന ആൾക്ക് പകരം അഭിനയിക്കുന്നത്. അത് പിന്നെ സിനിമയാക്കുമ്പോ അതിന്റേതായ സ്റ്റാർ കാസ്റ്റ് കുറച്ചുകൂടെ വലുതാവും. അതുപോലെ തന്നെ കിട്ടുന്നില്ല. അത് തന്നെ, അത് സത്യമാണ് കേട്ടോ. നമ്മൾ പോയപ്പോ വളരെ കുറച്ചുള്ളൂ, പക്ഷെ പടം അടിപൊളി പടമാണ്. എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ അസ്കർ അലിക്ക് പകരം വേറെ ഇപ്പൊ നമ്മള് ടൊവിനെയോ ആസിഫ് അലിയെ തന്നെ കൊണ്ടുവന്ന ആസിഫ് അലിക്ക് പറ്റിയ സിനിമയായിരുന്നു. സത്യം, ഒരു വലിയ സ്റ്റാർ കാസ്റ്റ്. കുറെ പടങ്ങൾ ഫ്ലോപ്പ് ആയതുകൊണ്ട് അവർക്ക് ആർക്കും അവരെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ഒരു പടത്തിലേക്ക് അഭിനയിക്കുന്ന ആഗ്രഹം കാണില്ലേ? അതല്ല, അവര് ഷോർട്ട് ഫിലിം എടുത്ത് കടന്നവരാണ്. സിനിമയാക്കുമ്പോ അവരെ കൊണ്ട് പറ്റിയ മാക്സിമം എഫോർട്ടാണ് അവർ ഇട്ടേക്കുന്നത്. ഞാൻ പറയാൻ പറ്റും, ചിലപ്പോൾ ബഡ്ജറ്റ് കുറവായത് കൊണ്ടായിരിക്കും. ഇതിൽ നിന്ന് ആവശ്യത്തിന് നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അധ്യായം 2 വരുമ്പോഴത്തേക്കും കത്തിക്കും ചിലപ്പോ. അതിനുള്ള ത്രെഡ് ആയിട്ട് അവസാനം ഇട്ടിട്ടുണ്ട്. ഒരു പോർച്ചുഗീസ് അവർ വരുന്നൊക്കെ കാണിച്ചിട്ടാണ് നിർത്തിയേക്കുന്നത്. പിന്നെ നിങ്ങള് ഒരു ചെറിയ കമന്റ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സംഭവം ഷോർട്ട് ഫിലിം കണ്ടവരുണ്ടാവും, സംഭവം സിനിമ കണ്ടവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണ്? സിനിമ ആയിരിക്കും, എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളെ ഇഷ്ടം. അങ്ങനെ സിനിമ ആയിരിക്കും എന്ന് പറയാൻ പറ്റുള്ള. അത് തന്നെ, ചിലർക്ക് ഷോർട്ട് ഫിലിം കൂടുതൽ ഇഷ്ടപ്പെട്ടവരുണ്ട്. കാരണം സിനിമയിൽ വന്നപ്പം നമുക്ക് പ്ലോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അതിനകത്തിട്ട് പിന്നെ കറക്കി ലാഗ് പോലെ ഫീൽ ചെയ്യും. ഷോർട്ട് ഫിലിമിന് 20 മിനിറ്റേ ഉള്ളെങ്കിലും അത് 15 അതാണ്. പിന്നെ ഈ സിനിമയിൽ വന്നപ്പോ അതിന്റേതായ മ്യൂസിക്കും ആ ഒരു എഫക്റ്റും മറ്റൊരു വലിയ പ്രതിമയൊക്കെ ഉണ്ട് കാക്കയുടെ. അതൊക്കെ വെച്ചിട്ട് വേറെ ഒരു പ്ലോട്ടിലോട്ട് തന്നെ സെയിം ഇത് തന്നെ, പക്ഷെ വേറെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് മിത്തൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പടത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടി. കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പം ഷോർട്ട് ഫിലിം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫിലിം കാണണ്ട, പടം നേരിട്ട് പോയി കാണണം. യൂട്യൂബിലില്ല. അല്ല, നമ്മളിതിപ്പം കാണിച്ചാലും ഷോർട്ട് ഫിലിം കാണൂലേ അവര്?
എന്താണ് കണ്ടന്റ്? അതേ പറഞ്ഞില്ല, കണ്ടവര് മാത്രമേ കാണാവുള്ളൂ. ശരി 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 ഓക്കെ. അപ്പൊ പിന്നെ നമുക്കിത് ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണ് എന്ന് തന്നെ പറയാൻ സിനിമ, അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ കമന്റ് ബോക്സിൽ പലരും പറയുന്നത് പെർഫോമൻസ് അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് ചിലപ്പോ അങ്ങനത്തെ സ്റ്റാർ കാസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മള് സിനിമ കണ്ടിരിക്കുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടേ ഇല്ല. അതിന്റെ കണ്ടന്റിലോട്ടും നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അത് നമ്മൾ ഇൻവോൾവ് ആവും. അതാണ് മെയിൻ സാധനം. സീറ്റ് ഇരുന്ന് കാണാൻ തോന്നും, എഡ്ജ് ഓഫ് ദ സീൻ. അടുത്ത് എന്താണ് വരാൻ പോണത്. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റഫർ നോളന്റെ ഒക്കെ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കിപ്പോ പ്ലോട്ട് മനസ്സിലായി കഴിഞ്ഞാലും അടുത്ത് എന്താണ് വരാൻ പോണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. ഇന്റർവെല്ലാണ് പീക്ക് എന്ന് പറയാനുള്ള. ഇന്റർവെല്ല് പീക്ക് എന്നൊക്കെ പറഞ്ഞാൽ പീക്കാണ്. അപ്പം എന്താണ് പിന്നെ വേറെ കാടിന്റെ ആ ഒരു മനോഹരം. ഇപ്പൊ നമ്മള് ചുരുളി സിനിമ കാണുമ്പോഴും ഒരു കാട് പച്ചപ്പ് ആ രീതിക്ക് പിടിച്ചിരുത്തുന്ന ഒരു സാധനമാണ്. അപ്പം മസ്റ്റ് വാച്ച് പോയി കാണുക, അത്രേ ഉള്ളൂ. എല്ലാരും കണ്ട് അവർ ആ സിനിമയൊന്ന് വിജയിപ്പിക്കുക, അത് നമ്മളൊരു റിക്വസ്റ്റ് ആണ്, അത്ര. അതെ, നമുക്കൊക്കെ ഭാര്യ പിയർ. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ അതേ ചാനൽ സബ്സ്ക്രൈബ് വെച്ച പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലെക്സ്. Until then, like it.